ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് മഴ ആയ കാരണം കളക്ടർ അവധി കൊടുത്തില്ല. ആ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ തലേദിവസം മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് സമയമാണ്. അപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വെള്ളം വരുന്ന പൈപ്പ് തിരിച്ചിടാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ ഞാൻ. അപ്പോൾ വെള്ളം വരുന്ന വേറൊരു പറമ്പിൽ കിണറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പൈപ്പൊക്കെ ഓണാക്കി ഞാൻ പോയി. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് ഒന്ന് അടക്കട്ടെ വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗേറ്റ് അടക്കാൻ വേണ്ടി പോകണം. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആകെ വെള്ളമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അധികം മഴ പെയ്യില്ല, ഇങ്ങനെ ചാറ്റൽ മഴ പോലെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡാണിത്. അവിടെയൊക്കെ ഇങ്ങനെ നോക്കിയൊന്ന് വെള്ളം ഒക്കെ ഒന്ന് കണ്ട് ഗേറ്റ് അടച്ചിട്ട് അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിൽ അതാ വെള്ളം അങ്ങനെ നിൽക്കണം. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എല്ലാവരും കിടന്ന് ഉറങ്ങാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും സ്കൂളുമില്ല, മദ്രസയില്ല. കളക്ടർ മുടക്ക് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അന്ന് സ്കൂളും മദ്രസയില്ല കേട്ടോ. അതാ രണ്ടാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, മൂത്താൾ മറ്റേ റൂമിലും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. നമുക്ക് കളക്ടർ മുടക്ക് തന്നാലും ഗവൺമെൻറ് മുടക്ക് തന്നാലും നമ്മുടെ പണി നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ പണി ചെയ്യാനായിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അതാ തലേദിവസം കഴുകി വെച്ച ടിഫിൻ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചട്ടിയിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനലൊക്കെ തുറന്ന് പുറത്ത് മഴ വീണൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ ദോശ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദോശമാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയ ദോശമാവാണ് കേട്ടോ ഉപയോഗിക്കൽ. ഇവിടെ ഈ ദോശമാവാണ് ഉപയോഗിക്കൽ. ഈ ഒരു പാക്കറ്റ് മിന്നൂസ് തന്നെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ കവറിൽ നിന്ന് പാത്രത്തിലേക്കൊക്കെ ആക്കി പാകത്തിന് ഉപ്പൊക്കെ വെച്ച് അതിൽ വെച്ച് എന്നിട്ട് ആ കവർ കഴുകിയിട്ട് അവിടെ വെക്കണം. അപ്പോൾ നിങ്ങൾ മിക്കപ്പോഴും കാണാൻ എൻ്റെ വീഡിയോയിൽ ആ കവറുകൾ അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മക്കാർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിയതുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടോ. അപ്പോഴത്തേന് രണ്ടടുപ്പത്ത് ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ പൊടിയരിക്കഞ്ഞിയും ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങയിൽ കുഴിക്കാനുള്ളത്. അപ്പോൾ പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അജ്മീസിൻ്റെ പുട്ടുപൊടിയാണ് ഇവിടെ വാങ്ങൽ കേട്ടോ. അപ്പോൾ അത് പാത്രത്തിലാക്കി. അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ചൂടുവെള്ളമാണ് ഇപ്പോൾ അവിടെ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പച്ചമുളകിൻ്റെ പാത്രം അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളമായി. അപ്പോൾ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി അപ്പോഴത്തേനും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിന് മീൻ നന്നാക്കണതിൻ്റെ മുന്നേ നമുക്ക് ചട്ടിയിൽ കറിക്കുള്ള മസാലയൊക്കെ കലക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീൻ നന്നാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും മാങ്ങ ഉണ്ടായിരുന്നു, കഷ്ണം മാങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മസാല അത് കലക്കിയിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേന് പൊടി അരിക്കഞ്ഞി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അടുപ്പ് നമുക്ക് ഒഴിഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ അത് അവിടേക്ക് വെച്ച് അത് മാറ്റിയിട്ട് ചട്ടി വെച്ചു കേട്ടോ. രണ്ടാമത്തെ ആൾക്ക് ഒരു ചെറുതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ. അത് കാരണം പൊടി അരിക്കഞ്ഞി വെച്ചത്. അപ്പോൾ ഇതിന് ആ ചോറ് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് അവിടെ ഇട്ട് നമ്മൾ മീൻ നന്നാക്കാൻ എടുത്തിട്ടാ. അപ്പോൾ മീൻ കിട്ടിയിട്ടുള്ളത് ചുവന്ന കോര, പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയില്ല, ആ മീനാണ് കേട്ടോ. അതിനൊക്കെ നന്നാക്കി എടുത്ത് വേസ്റ്റ് ഉണ്ടായിരുന്ന കൊണ്ട് കളഞ്ഞ് മീൻ കഴുകാളതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് മാറ്റി വെച്ചിട്ടാ. ഇനി നമ്മളിവിടെ വെച്ചിട്ടല്ലേ കഴുകിയത്. അപ്പം ബേസനും ആ സിങ്കൊക്കെ ഒന്ന് നന്നായി ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായി ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം തീരെ മണമൊന്നും ഉണ്ടാവില്ല, മീനിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ മീനിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേന് അതവിടെ മീനിൻ്റെ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മീനിട്ട് കൊടുക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കറി റെഡി ആയിട്ടാ. ഈ മീൻ അധികം വേവില്ലാത്തതല്ലേ, പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഒന്ന് നന്നായി സിമ്മീന്ന് ഹൈയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ച് പോകുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മീനെ കായം പരട്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഒരിക്കലുള്ളത് കായം പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഇതാ മീന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറി ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി. ഞാൻ അടുപ്പത്തേക്ക് നമ്മൾ ദോശ ചൂടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി കണ്ടോട്ടെ ഞാൻ വെച്ചിട്ട് ചായ ചെമ്പ് അങ്ങനെ തിരിച്ച് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് ദോശ ചൂടാം. ദോശ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ലൂസായിട്ടാണ് ദോശമാവ് കാണുന്നത്. ഇവിടെ നല്ല നൈസായിട്ടുള്ള ദോശ വേണം. അത് കാരണം എത്ര ലൂസ് പോലെ തോന്നണത്. പക്ഷേ സാധാരണ കുഴപ്പമില്ലാണ്ട് കിട്ടും, നൈസായിട്ട് കിട്ടും. സാധാരണ ദോശകൾക്ക് നെയ്യാണ് പരത്തി കൊടുക്കല്. അപ്പം നെയ്യ് കഴിഞ്ഞിരിക്കണം, ഉണ്ടാക്കിയിട്ട് വേണം. വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഇന്ന് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കണത്. അങ്ങനെ ഇവിടെ ദോശ ചുടൽ നടക്കുന്നുണ്ട്. പുറത്തതാ വെള്ളം വെള്ളം തിളച്ചിട്ടില്ല. അപ്പോൾ ഇതിനെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് ഊറ്റിയിട്ട്
അടുപ്പത്ത് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചായയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ടൻ ചായ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ നല്ല മുരിഞ്ഞ ദോശ അവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ആയത് ഞാൻ ചുട്ടെടുത്തിട്ട് പാത്രത്തിൽ ഇട്ടു കേട്ടോ. അപ്പോഴത്തേനും പൊടിയരിയുടെ കുക്കർ തണുത്ത് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ പൊടിയരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദോശ തിന്നില്ലെങ്കിൽ ഇനി അപ്പോൾ കഞ്ഞി കൊടുക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ ഒരു ഒഴിഞ്ഞ അടുപ്പുണ്ടായിരുന്ന അതിൽ ചട്ടി വെച്ചിട്ട് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ സാധാ പച്ചമുളക് കൊണ്ടാട്ടമുളകായിട്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നു കടയിൽ നിന്ന് കിട്ടിയത്. അത് വറുക്കൽ കഴിഞ്ഞപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീൻ വറുക്കാനുള്ള വെച്ചിട്ട് അപ്പോഴത്തേന് ഉറങ്ങിയവരൊക്കെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എണ്ണീറ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ കേട്ടോ. ഇനി ഇവർ 3 നാൾ കുടിക്കണതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കണം, ഞാൻ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനും പോയിട്ട് ചായ കുടിച്ചു. അപ്പോൾ കഞ്ഞിയിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കഞ്ഞി കുടിക്കണമെങ്കിൽ മീൻ പൊരിച്ചതായിട്ടുണ്ട്, കൊണ്ടാട്ടമുളകും ആയിട്ടുണ്ട്. അപ്പോൾ അവന് കഞ്ഞി വേണ്ടാന്നാണ്, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പുറത്തിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഇത് കഞ്ഞി അവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ കുടിച്ചോട്ടെ. അപ്പോൾ അവന് ഇപ്പോൾ വേണ്ടാന്ന്. എന്താ നമ്മുടെ നെല്ലിക്ക ഉണ്ട്, അന്ന് ഉപ്പിലിട്ടത് അത് കണ്ടില്ലേ, പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞിരിക്കണതാ. ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അത് കുടിച്ചോട്ടെ ചേട്ടാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് എന്നാൽ അത് എടുത്ത് വെക്കട്ടെ വിചാരിച്ചിട്ട് അതവിടെ വെച്ചു കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഉപ്പിലിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ തിന്ന് തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് തിന്നു തുടങ്ങി. ഇതൊരു ചമ്മന്തിയാണ് കേട്ടോ, കൊണ്ടാട്ടമുളക് വെച്ചിട്ടുണ്ടാക്കിയ. അത് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഷോർട്സ് കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ മുകളിൽ ഇടാം കേട്ടോ. അപ്പോൾ ചമ്മന്തിയായി, കൊണ്ടാട്ടമുളക് മീൻ പൊരിച്ചത്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ കുമ്പിൾ കുത്തിയിട്ട് പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് വെച്ചെന്ന് മാത്രം. അപ്പോഴത്തേന് പണിയൊക്കെ ഒരു വിധമൊക്കെ കഴിഞ്ഞിരിക്കണേ. നമ്മുടെ അടുക്കള ഇതാ ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട്, ചമ്മന്തിയാണ് ഇരിക്കണത് കേട്ടോ. ഇതാ ഇങ്ങനെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതാ പുറത്ത് വെയിലൊക്കെ വന്നു തുടങ്ങിയിരിക്കണം. എന്ന് കളക്ടർ അവധി കൊടുക്കണം അന്നൊന്നും മഴ പോയിട്ട് വെയിലായിരിക്കും. അപ്പോൾ കുട്ടികൾ അതാ പറയണത്, ഞങ്ങൾക്കൊന്ന് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു, PT ഉള്ള ദിവസമാണ്, മുടക്ക് തന്നിട്ടുണ്ടെങ്കിൽ മഴ ഉണ്ടാവില്ല, സ്കൂളിൽ പോണ ദിവസമാണെങ്കിൽ മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പനിയുള്ള ആൾ അത് അവിടെ നിന്ന് പേപ്പർ വായിക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തത്രപ്പല്ല. അപ്പോൾ ഞാൻ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ താഴെ ആൾ ഇത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറൊക്കെ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവച്ച് ഇനി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കണം കേട്ടോ. ഇതാണ് ഇനിയിപ്പോൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള നമ്മളെ കാഴ്ച കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഷോർട്സും കാണുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.